രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ ഫെന്നി നൈനാനെതിരായ എഫ്ഐആറിൽ ഗുരുതര പരാമർശങ്ങൾ. ഫെന്നി അശ്ലീല പരാമർശം നടത്തിയെന്നും അതിജീവിതയുടെ സ്ത്രീത്വത്തിന് അപമാനമുണ്ടാക്കിയെന്നും എഫ്ഐആറിൽ പറയുന്നു. അതിജീവിതയുടെ സ്വകാര്യത വെളിപ്പെടുത്തിയെന്ന കുറ്റവും ചുമത്തിയിട്ടുണ്ട്. ഹരിമോഹനുണ്ട് വിവരങ്ങൾ നൽകാൻ. ഹരി, ഗുരുതര പരാമർശങ്ങളാണ്, അത് കുരുക്കാകുന്നതാണ് ഫെന്നി നൈനാന്. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും ഫെനിക്ക് കുരുക്കാകുന്ന ഒരു വിവരം തന്നെയാണ്, അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടി അങ്ങനെ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫെന്നി നൈനാൻ അതിജീവിതയുമായിട്ടുള്ള ചാറ്റിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടു എന്നുള്ളതിനപ്പുറത്തേക്ക് ഐഡന്റിറ്റി വെളിവാക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പോലീസ് പറയുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഇപ്പോൾ സൈബർ ആസ്ഥാനത്ത് ആദ്യം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് പത്തനംതിട്ട സൈബർ പോലീസിലേക്ക് കേസ് കൈമാറുകയും ചെയ്തിരിക്കുന്നത്. 2 വകുപ്പുകളാണ് പ്രധാനമായിട്ടും ചുമത്തിയിരിക്കുന്നത്. ഒന്ന്, അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന വിവരങ്ങൾ പങ്കുവച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തേത്, സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നീ 2 വകുപ്പുകളാണ് നിലവിൽ ഫെന്നി നൈനാനെതിരെ ചുമത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഫെന്നിയുടെ അക്കൗണ്ട് വഴി, ഫേസ്ബുക്ക് അക്കൗണ്ട് വഴി അതിജീവിതയുടെ സ്ത്രീത്വത്തിന് അപമാനം ഉളവാക്കുന്ന തരത്തിലുള്ള അശ്ലീല പരാമർശം നടത്തി പ്രചരിപ്പിച്ചതായി കാണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് സൈബർ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ 3ാമത്തെ കേസിലെ അതിജീവിത മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും ഒക്കെ പരാതി നൽകിയിരുന്നു. തനിക്കെതിരെ വ്യാപകമായിട്ടുള്ള സൈബർ അധിക്ഷേപം, സൈബർ ആക്രമണമൊക്കെ തന്നെ നടക്കുന്നുണ്ട്, അതിൽ അടിയന്തരമായിട്ട് തന്നെ നടപടി സ്വീകരിക്കണം എന്നുള്ളതായിരുന്നു അതിജീവിതയുടെ ആവശ്യം. അന്ന് ആ സമയത്ത് ചില പ്രൊഫൈലുകളൊക്കെ പരിശോധിച്ചുകൊണ്ടുള്ള ചില അന്വേഷണങ്ങൾ സൈബർ പോലീസ് തുടങ്ങിയിരുന്നു. അതിനിടയ്ക്കാണ് കഴിഞ്ഞ ദിവസം ഫെന്നി നൈനാൻ എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അടുത്ത സുഹൃത്തും യൂത്ത് കോൺഗ്രസ് നേതാവുമായിട്ടുള്ള വ്യക്തി അതിജീവിതയുമായിട്ടുള്ള ചാറ്റിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിച്ചുകൊണ്ട് അതിജീവിതയെ അധിക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ഇതിൽ ഈ പുറത്തുവിട്ട സ്ക്രീൻഷോട്ടുകൾ, ആ സ്ക്രീൻഷോട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ തെളിവുണ്ടെന്നാണ് ഫെന്നി നൈനാൻ അവകാശപ്പെടുന്നത്. പക്ഷേ അതേസമയം തന്നെ സൈബർ പോലീസ് അതിനെ കാണുന്നത് അതിജീവിതയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള വിവരം അത് പുറത്തുവിടുക എന്ന് പറയുന്നത് ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ അതിജീവിതയുടെ വ്യക്തിഗത വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിന് തുല്യമാണ്. അതിനുവേണ്ടി തന്നെയാണ് മനഃപൂർവ്വം ഫെന്നി നൈനാൻ എന്ന് പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ സുഹൃത്ത് ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവിട്ടത് എന്നുള്ളത് തന്നെയാണ് സൈബർ പോലീസ് കരുതുന്നത്. അതുകൊണ്ടാണ് അടിയന്തര സ്വഭാവത്തോടു കൂടി തന്നെ ആ പോസ്റ്റ് ഇട്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല, ഫെന്നി എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് മൊഴിയിലും പരാതിയിലും, അതിജീവിതയുടെ മൊഴിയിലും പരാതിയിലും രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതായത് ഫെന്നി വഴി രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടിരുന്നു. മാത്രമല്ല, പണം ഫെന്നിയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു. അതുകൂടാതെ തന്നെ ഇമോഷണലി മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ഫെന്നി ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അതിജീവിതയുടെ മൊഴിക്കകത്ത് രേഖപ്പെടുത്തിയിരുന്നു എന്നുള്ളതാണ് വളരെ ഗുരുതര സ്വഭാവത്തിലുള്ള കാരണം. അപ്പോൾ ഫെന്നിയെ ഏതെങ്കിലും വിധേന പ്രതി ചേർക്കാൻ കഴിയുമോ എന്നുള്ളൊരു പരിശോധന നിലവിൽ SIT നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ കൂടിയാണ് ഈ ഫെന്നി ഇത്തരത്തിലൊരു പോസ്റ്റ് കൂടി, അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പോസ്റ്റ് കൂടി ഇട്ടത്. അതുകൊണ്ട് തന്നെ ഫെന്നിക്കെതിരെ ഇത്തരത്തിൽ ഗുരുതര സ്വഭാവത്തിലുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയായിരുന്നു. ഇത് സംബന്ധിച്ച ആദ്യ റിപ്പോർട്ട്, അതായത് SIT ഒരു റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ട് സൈബർ പോലീസിന് കൈമാറിയിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ പത്തനംതിട്ട സൈബർ പോലീസാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി വരുന്നത്. സൈബർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഫെന്നിയുടെ മൊഴി രേഖപ്പെടുത്തും ഇന്നോ നാളെയോ എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. അറസ്റ്റ് രേഖപ്പെടുത്തേണ്ട നിലയുണ്ടെങ്കിൽ അത് അങ്ങനെയും ചെയ്യും എന്നുള്ളതാണ്. കാരണം നേരത്തെ അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വർ അടക്കമുള്ള ആളുകൾ ആദ്യത്തെ കേസിലൊക്കെ തന്നെ അറസ്റ്റിലായിരുന്നു. അപ്പോൾ ഈ കേസിലും സമാനമായിട്ട് തന്നെ നിലവിൽ ഉള്ള വകുപ്പുകൾ പ്രകാരം അതിന്റെ എല്ലാം വ്യവസ്ഥകളുടെ എല്ലാം ലംഘനം എന്നുള്ള നിലയിൽ തന്നെ കണ്ടുകൊണ്ട് അവരുടെ വ്യക്തിഗത വിവരങ്ങൾ പരസ്യപ്പെടുത്തി, അതായത് ഒന്നിലധികം തവണ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ടാണ് ഫെന്നി നൈനാൻ അതിജീവിതക്കെതിരെ രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കള്ളമാണെന്നും രാഹുൽ മാങ്കൂട്ടത്തിലുമായി സംസാരിക്കാൻ തന്റെ അടുത്ത് അതിജീവിത വന്നിരുന്നുവെന്നും അതിന് തെളിവായിക്കൊണ്ടുള്ള വാട്സപ്പ് ചാറ്റുകളാണ് താൻ ഫേസ്ബുക്ക് വഴി പുറത്തുവിടുന്നതെന്നും അടക്കമുള്ള കാര്യങ്ങളാണ് ഫെന്നി പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ കേസിന്റെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരസ്യപ്പെടുത്തിയത് വഴി ഫെന്നി നൈനാൻ ചെയ്തിരിക്കുന്നത് അതിജീവിതയെ അധിക്ഷേപിക്കുക, IT ആക്ടിന്റെ വിവിധ വകുപ്പുകളുടെ ലംഘനം എന്നിവയാണ്. അതുകൊണ്ട് തന്നെ ഫെന്നിക്കെതിരെ അടിയന്തര സ്വഭാവത്തിൽ തന്നെ കേസെടുക്കണമെന്നുള്ള നിർദ്ദേശം തന്നെ മുകൾ തട്ടിൽ നിന്ന് വന്നിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഇനിയിപ്പോൾ എന്തായാലും അതിന് തുടർ നടപടികളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകാൻ പോകുന്ന നടപടി. അതേസമയം ഫെന്നിയുടെ ഭാഗത്തു നിന്ന് ഈ കേസ്, അതായത് FIR ക്വാഷ് ചെയ്യണം അല്ലെങ്കിൽ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കം കൂടി നടക്കുന്നുണ്ട്. വ്യക്തമാണ്. ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്.